ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ദുഃഖനിവൃത്തിക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ലോകത്തിൽ ദുഃഖം അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. അതേപോലെ സുഖം അനുഭവിക്കാത്തവരുമില്ല. സുഖം മാത്രമായോ ദുഃഖം മാത്രമായോ ആരും ഈ ലോകത്തിൽ ജീവിക്കുന്നേ ഇല്ല. എല്ലാവർക്കും ഇത് രണ്ടും അനുഭവമാണ്. എന്നാൽ നാം ആകട്ടെ ദുഃഖം വരാനേ പാടില്ല, സുഖം മാത്രം എന്ന് നിലനിൽക്കണം എന്ന് മോഹിച്ചാൽ അത് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. എന്നാൽ നാം ദുഃഖത്തെ ഒഴിവാക്കണമെങ്കിൽ തുച്ഛമായ സുഖത്തെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. തുച്ഛമായ സുഖം സ്വീകരിച്ചാൽ അതിൻ്റെ വിപരീത ഫലമായിരിക്കുന്ന ദുഃഖത്തെ നാം സ്വാഗതം ചെയ്യേണ്ടി വരും. എന്നാൽ ദുഃഖത്തെ പാടെ ഉപേക്ഷിക്കാൻ ഒരു മാർഗമുണ്ട്. സുഖദുഃഖങ്ങൾക്കതീതമായ സർവേശ്വരനെ ധ്യാനിച്ചാൽ ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരില്ല. ദുഃഖം വന്നാൽ അത് നമ്മെ ബാധിക്കുകയില്ല. നീന്താൻ അറിയുന്ന ഒരാൾക്ക് വെള്ളത്തിൽ വീണാൽ ഒരു ഭയവും ഉണ്ടാവുകയില്ല. നീന്താൻ അറിയാത്ത ഒരാൾ വെള്ളത്തിൽ വീണാൽ ഭയപ്പെടുകയും അതിൽ മുങ്ങി മരിക്കുകയും ചെയ്യും. അതുപോലെ നാം ആ സുഖദുഃഖങ്ങൾക്കതീതമായ പരമേശ്വരനെ ശരണാഗതനായി കഴിയുമ്പോൾ അവർക്ക് ദുഃഖിക്കേണ്ടിയും വരില്ല. ഈ തുച്ഛമായ സുഖത്തെ കൂടി ഉപേക്ഷിച്ചാൽ പരമമായ സുഖം അവരെ സ്വാഗതം ചെയ്യും. ദുഃഖിക്കാനിടയാവില്ല ധ്യാനിച്ചാൽ നാഥനെ സദാ. കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായി ഭവിച്ചിടും. സർവേശ്വരനെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഈ കർമ്മബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്നതാണ്. കർമ്മബന്ധങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഈശ്വരനെ സദാ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദുഃഖിക്കാനിടയാവില്ല, ഒരാൾക്കും ദുഃഖിക്കാനുള്ള അവസരം ഉണ്ടാവുകയില്ല. ഈ തുച്ഛമായ സുഖത്തെ വർജിക്കുക തന്നെ വേണം. എന്നാൽ നിസാരമായ സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നവർ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുഃഖത്തെ കൂടി അനുഭവിക്കേണ്ടി വരും. ദുഃഖമില്ലാത്ത ഒരു സുഖമോ സുഖമില്ലാത്ത ദുഃഖമോ ഇല്ല. എന്നാൽ ഈ സുഖദുഃഖങ്ങൾക്ക് അതീതമായ പരമമായ നിർവൃതി നമുക്ക് ലഭിക്കണമെങ്കിൽ നാഥനെ ധ്യാനിച്ചാൽ നാഥനെ സദാ. കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായി ഭവിച്ചിടും. സദാസമയത്തും ഈശ്വരനെ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ സർവ കർമ്മബന്ധങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തി ലഭിക്കുന്നതാണ്. ദുഃഖിക്കാനിടയാവില്ല ധ്യാനിച്ചാൽ നാഥനെ സദാ. കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായി ഭവിച്ചിടും. ഇതാണ് നമുക്ക് വേണ്ടത്. അതിനാൽ നാം എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. നാം എന്ത് ചെയ്താൽ ഈ ദുഃഖത്തിൽ നിന്ന് നമുക്ക് വിമുക്തി കിട്ടും എന്ന്. ദുഃഖിക്കാനിടയാവില്ല ധ്യാനിച്ചാൽ നാഥനെ സദാ. കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായി ഭവിച്ചിടും.